വെറുതെ പറയുക എന്ന പുകമറ സൃഷ്ടിക്കുക എന്നല്ലാതെ ഷാഫി ഇമാം പറയുന്നത് കേൾക്കുന്ന പരിപാടി ഇവർക്കില്ല താനും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വളരെ കൃത്യമായി എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്. യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാതെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം? അതിനെന്താണ് കാരണം? എന്താ? ഹദീസ് പോയിട്ടുണ്ട്, ഹദീസ് ഇനി ഇല്ല, ഖുർആൻ മാത്രമേ ഉള്ളൂ. ഹദീസ് ഇമാം ബുഖാരിക്ക് 10 ലക്ഷം ഹദീസ് മനപ്പാടുണ്ടായിരുന്നു, അഹ്മദ് ബിൻ ഹംബലിന് 7 ലക്ഷം ഉണ്ടായിരുന്നു, ഇന്ന് വെറും 40,000 ഉള്ളൂ. ഈ പറച്ചിലുണ്ടല്ലോ, ഇത് ഹുദവി പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം പരിശുദ്ധ ഖുർആനിനെതിരെ പുറംതിരിഞ്ഞുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം അദ്ദേഹം ഇവിടെ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറയാൻ വേണ്ടി ഒരു ആയത്ത് ഓതി വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. എന്തായിരുന്നു അദ്ദേഹം ഓതിയത്? യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അങ്ങനെ ഉലുൽ അംറ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉലുൽ അംറ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അത് പണ്ഡിതന്മാരാണ് ഉലുൽ അംറ്. ഉലുൽ അംറിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാര് എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. എന്തോ ആവട്ടെ, ആ ആയത്തുണ്ടല്ലോ, ഹുദവി ഓതിയ ആ ആയത്തിന്റെ തൊട്ട് പിന്നിലേക്ക് ഉലുൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഭാഗം അദ്ദേഹം മനഃപൂർവ്വം വെട്ടിമാറ്റുകയോ അതല്ല എങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പറയുകയോ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ തൊട്ട് പിന്നിൽ പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറും വഅഹ്സനു തഅ്വീല എന്ന ഈ ആയത്ത്, അതിലെന്താ പറയുന്നത്? ഫഇൻ തനാസഅതും, അപ്പോൾ നിങ്ങൾ എതിരായി കഴിഞ്ഞാൽ, ഫീ ശൈഇൻ, വല്ല വസ്തുവിലും നിങ്ങൾ എതിരായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിലേക്കും ഖുർആനിലെ ഹദീസിലേക്കും, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണം എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ കൽപ്പന അന്ത്യനാൾ വരെ നിലനിൽക്കൂല എന്നാണോ ഹുദവിയുടെ വാദം? ഹിജ്റ 500 ഈ ആയത്തിന്റെ ഗ്യാരണ്ടി കഴിഞ്ഞു എന്നാണോ ഹുദവി പറയുന്നത്? പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നുള്ള വിശ്വാസം ഇല്ല എന്നാണോ ദാറുൽ ഹുദയിൽ പഠിപ്പിക്കുന്നത്? അവിടെ ഭാഷകൾ പലതും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഉസൂലിനെ സംബന്ധിച്ച് യാതൊരു ബോധവും ഇല്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്. ഖുർആനിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾക്കിടയിൽ വല്ല തർക്കവും ഉണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക. ഹദീസിലേക്ക് മടങ്ങാൻ നോക്കുമ്പോ ഖുർആൻ ഇവിടെ ഉണ്ട്, ഹദീസിലേക്ക് മടങ്ങാൻ നോക്കുമ്പോ ഹുദവി പറയുന്നു 40,000 ഹദീസേ ഉള്ളൂ, ബാക്കിയുള്ള ഹദീസുകളൊക്കെ പോയി ഷാഫി ഇമാമിന് 10 ലക്ഷം, അഹ്മദ് ബിൻ ഹംബലിന് 7 ലക്ഷം. അപ്പൊ ബാക്കിയുള്ള ലക്ഷക്കണക്കായ ഹദീസുകൾ പോയി, അതുകൊണ്ട് ഇനി നമ്മൾ ഹദീസിക്ക് തിരിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഹുദവി പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ ഈ ആയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് എന്ന് തർക്കമുണ്ടായാലും അള്ളാന്റെ ഖുർആൻ നിങ്ങളുടെ മുന്നിലുണ്ടാകും, പ്രവാചകന്റെ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ ഞങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടത്? അള്ളാന്റെ വാക്ക് സ്വീകരിക്കണോ, അതല്ല ഹുദവിയുടെ ഈ യാതൊരുവിധ പ്രമാണങ്ങളെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്ത 1ാം ക്ലാസ്സുകാരുടെ ഭാഷയിലുള്ള ഈ സംസാരം സ്വീകരിക്കണമോ എന്നാണ് എന്റെ സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇമാമുകൾ പറഞ്ഞ് മാത്രം കേട്ടാൽ മതി, ഹദീസും ആയത്തൊന്നും സ്വീകരിക്കണ്ട, ഞങ്ങളൊക്കെ ഇമാമുകൾ പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിനാണ് നമ്മൾ ചോദിച്ചത്, എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കത്തപ്പുരയും ജാറും അതുപോലെയുള്ള പരിപാടികളൊക്കെ, ജാറം മൂടൽ ഇജാദിയൊക്കെ ഏത് ഇമാമി എവിടെ പറഞ്ഞു, ഏതായത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ എവിടെ അവർ ക്രോഡീകരിച്ചു തന്നു എന്ന് ചോദ്യത്തിന് ഇന്ന് വരെ ഒരു കാലത്തും ഒരു ഹുദവിമാരും മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കത്തപ്പുര കെട്ടൽ എവിടെയാണ് ഇമാം ഷാഫി ക്രോഡീകരിച്ചത്? ജാറം കെട്ടലും ജാറം മൂടലും ഷാഫി ഇമാം എവിടെ ക്രോഡീകരിച്ച് പറഞ്ഞു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ, ഇവർ സ്വന്തമായി ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ഹുദവി പോലെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലവാരമുള്ള ഒരു സ്ഥാപനമാണെന്നായിരുന്നു എല്ലാവരും മുമ്പൊക്കെ പറഞ്ഞിരുന്നത്. അതിന്റെ ആ ഒരു മഹത്വം കളങ്കപ്പെടുത്തുന്ന സംസാരമാണ് ഹുദവിമാരിൽ നിന്ന് പുറത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇത് ഷാഫി മദ്ഹബ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ മദ്ഹബിലുള്ളത് മാത്രം ഞങ്ങൾ ചെയ്യാണ്, അത് ക്രോഡീകരിച്ച് എങ്ങനെ ചെയ്യാണ്, ഇതാണ് ഞങ്ങളുടെ അഖീദ.
ഷാഫി മദ്ഹബ് ഇങ്ങനെ വിവരിച്ചിട്ട് പറയാണ് ഈ മദ്ഹബാണ് ഞങ്ങളുടെ അഖീദ. ഹുദവിയോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദഅ്വ ചെയ്തിട്ട് നിങ്ങൾ അഖീദയെ കുറിച്ച് നിങ്ങൾ ഒരക്ഷരം പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അഖീദ വിശ്വാസകാര്യം ഇമാം ഷാഫിയുടെ കർമ്മപരമായി ഇമാം ഷാഫിയുടെ മദ്ഹബല്ലേ കൂട്ടരെ, വിശ്വാസപരമായി അശ്ശരി ത്വരീഖത്താണെന്നല്ലേ പറയാറുള്ളത്. ഈ മദ്ഹബുകളെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഇതാണ് ഞങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നമുക്ക് പറയാൻ പറ്റുക? നമ്മുടെ കാരണന്മാര് പറയാറുള്ളത് പോലെ ഒരുത്തം പറഞ്ഞത്രേ, എന്താണ്, അഞ്ജനമെന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ഈ രൂപത്തിലാണ് അഖീദയെ സംബന്ധിച്ച് ഇവർക്കുള്ള ധാരണ. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹുദവിയാട്ടെ ഇത് കേൾക്കുന്ന ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, മുജാഹിദുകളായ ഞങ്ങൾ അശ്ശരി ത്വരീഖത്ത് സ്വീകരിച്ചിട്ടില്ല. അഖീദപരമായിട്ട് ഞങ്ങൾ മുജാഹിദുകൾ സലഫി ത്വരീഖത്താണ്, സലഫി മൻഹജാണ് വിശ്വാസ കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതെന്നാണല്ലോ. അപ്പൊ ഞങ്ങൾ അശ്ശരി ത്വരീഖത്ത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ പുത്തംവാദികളല്ലേ? എല്ലാ ഹുദവികളോടും എല്ലാ സഖാഫികളോടും എല്ലാ ഫൈസിമാരോടും എല്ലാ ബാക്കവിമാരോടും എല്ലാ ദാരിമിമാരോടും എല്ലാ അഹ്സനിമാരോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്നറിയോ? ഇമാം അശ്ശരിയുടെ കിതാബിൽ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ത്വരീഖത്ത്, നിങ്ങളുടെ അഖീദ. എന്നാൽ ഇമാം അശ്ശരിയുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളിൽ മുജാഹിദുകളുടെ ആദർശത്തിന് എതിരായി ഒരു ഹർഫെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ ഞങ്ങൾക്ക് എതിരും നിങ്ങൾക്ക് അനുകൂലം, നമ്മളുടെയും നിങ്ങളുടെയും ഇടയിൽ മുജാഹിദിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ സമസ്തക്കാരുടെയും വിശ്വാസ മേഖലയിൽ എതിരായി നിൽക്കുന്ന കാര്യങ്ങൾ, ആ എതിരായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി ഇമാം അശ്ശരി പറഞ്ഞ ഒരു ഹർഫ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് എതിരായിട്ടുമുള്ള, നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എതിരും നിങ്ങൾക്ക് അനുകൂലവുമായി ഇമാം അശ്ശരി പറഞ്ഞ ഒരു ഹർഫ് വായിക്കാൻ പറ്റുമോ? എന്നാൽ ഇമാം അശ്ശരിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എതിരായി അദ്ദേഹം പറഞ്ഞ ഡസൻ കണക്കിന് ഉദ്ധരണികൾ ഞങ്ങൾക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും. അല്ലാതെ അതിന്റെ സന്ദർഭത്തിൽ നമ്മൾ വിവരിക്കും. ഇപ്പൊ സമയദൈർഘ്യം ഭയന്ന ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളിൽ ചോദിക്കാനുള്ള ആളുകൾക്ക് നമ്മുടെ ദുബൈയിലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഓണറായ അബു ഇസാനുമായി ബന്ധപ്പെടാം. അവർക്ക് അതിന്റെ എല്ലാ ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അഖീദയെ സംബന്ധിച്ച് ഹുദവി ഖാമ എന്നൊരക്ഷരം പഠിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം പറയാണ് ഷാഫി മദ്ഹബ് ഇങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ക്രോഡീകരിച്ച് ഈ ക്രോഡീകരിച്ചനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്, ഇതാണ് ഞങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിലും അദ്ദേഹം പഠിച്ച സ്ഥാപനത്തിലുമുള്ള മുഴുവനും മതിപ്പ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് ഇമാം ഷാഫി ക്രോഡീകരിച്ചെന്ന ഇതുണ്ടല്ലോ, ഇതിൽ തെറ്റില്ല, ഇതിനൊരു കുഴപ്പവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലിപ്പോ അദ്ദേഹം കുഴപ്പമില്ല, ഇതാണ് ഞങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിലൊരു കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലായല്ലോ. അതായത് മദ്ഹബ് പറഞ്ഞിട്ട് ഫിഖ് പറഞ്ഞിട്ട് പറ ഇത് ഞങ്ങളുടെ അഖീദയാണ്. ഫിഖും അഖീദയും ഏതാണെന്ന് വേർതിരിക്കാൻ പോലുമുള്ള ഒരു അറിവും ഒരു പരിശീലനവും ചമ്മാട് ദാറുൽ ഹുദയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ വെറും ഭാഷ പഠിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടി, അഭിനയിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കലാലയം എന്നല്ലാതെ എന്താണ് പറയാൻ പറ്റുക? ഒന്നാമതായി ഞാൻ പറയട്ടെ, ഇതിൽ പറഞ്ഞ എന്താണ് അദ്ദേഹം ഈ മദ്ഹബിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഒന്നാമത്തെ കുഴപ്പം. നിങ്ങളുടെ അഖീദ അശ്ശരി ത്വരീഖത്താണ് എന്നും കൂടെ എന്റെ ഹുദവി സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ്. രണ്ടാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇമാമുകൾ ക്രോഡീകരിച്ചതാണ് നിങ്ങളുടെ കർമ്മപരമായ കാര്യമെന്നാണല്ലോ പറഞ്ഞത്. എങ്കിൽ ആ ഇമാമുകൾ ക്രോഡീകരിച്ചതിൽ എവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 17ഓളം കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞല്ലോ, എവിടെയാണ് ആ ക്രോഡീകരിച്ചതിൽ എവിടെയാണ് അതുള്ളത്? ഞാൻ ഒന്നും കൂടെ കൃത്യമായിട്ട് പറയാം. എന്താണ് നിങ്ങൾ വസൽമൻ അർസൽനാമിൻ ഖബലിക മിർ റുസുൽന എന്നതിന് നിങ്ങൾ പറഞ്ഞ അർത്ഥം, കഴിഞ്ഞുപോയ ഏത് മഹാനാണ് ആ അർത്ഥം പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രോഡീകരിച്ചു തന്ന മദ്ഹബിൽ എവിടെയാ കത്തപ്പരുള്ളത്, എവിടെയാ കണ്ണോക്കുള്ളത്, എവിടെ അടിയന്തരമുള്ളത്, എവിടെ മുട്ടറുക്കലുള്ളത്, എവിടെ ഹോമടലുള്ളത്, എവിടെ നബിന്റെ പിറന്നാൾ ആഘോഷിക്കല്, എവിടെയാണ് ഉറൂസ് ഉള്ളത്, എവിടെ ജാറം കെട്ടലുള്ളത്, എവിടെ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുന്നത്, എവിടെയാണ് നമസ്കാര ശേഷം ഇമാം ഉറക്ക പ്രാർത്ഥിക്കണം മഅ്മൂം ഉറക്ക ആമേൻ പറയണം എന്ന് എവിടെയുള്ളത്, കുത്തറാത്തീവ് എവിടെ, ജാറം മൂടൽ എവിടെ, ജാറത്തിൽ നിലവിളക്ക് കത്തിക്കൽ എവിടെ, നിലവിളക്കുള്ള എണ്ണയിൽ നിന്ന് ബർക്കത്തെടുക്കൽ എവിടെ, കബർമേൽ എഴുതൽ എവിടെ, മുഖത്തെഴുത്ത് എവിടെ, എവിടെ നിങ്ങൾ പറയണം? ഈ ഇമാമുകൾ ക്രോഡീകരിച്ചതാണ് നിങ്ങളെ കയ്യിലുള്ള ദീന്, അതുകൊണ്ട് അതിൽ ഒരു തെറ്റും പറ്റൂല, ഒരു കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ എവിടെയാ? അതുപോലെ തന്നെ ഇസ്തിഹാസക്ക് ആയത്ത് തെളിവായി നിങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഒരൊറ്റ ആയത്തെങ്കിലും അള്ളാന്റെ ഭൂമിയിൽ മൂക്ക് കീപ്പട്ടായ ഒരൊറ്റ മുജ്തഹിദെങ്കിലും ഉദ്ധരിച്ചു ഇസ്തിഹാസക്ക് എന്ന്
പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ലാത്ത ആയത്തുകൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരിക. പിന്നെന്താ പറഞ്ഞത്? പിന്നെ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം, ഒരു മുജ്തഹിദായ ഇമാമിനെ തഖ്ലീദ് ചെയ്യണം, അതിന് തെളിവുണ്ട് എന്നാ മൂപ്പര് പറഞ്ഞത്. എന്താ അതിന് തെളിവ്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി മൂപ്പര്. അപ്പുറോദിക്കുകയാണെങ്കിൽ മൂപ്പര് നേരത്തെ പറഞ്ഞ വാദം പൊളിയും. എന്താ? സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്താ. ഈ ആയത്തിൽ മൂപ്പര് പറയാം ഉലുൽ അംറി എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉലുൽ അംറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലിമീങ്ങളാണ് എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിന് ആർക്കും തർക്കല്ല. ആലിമീങ്ങളി എന്നതിന് അർത്ഥം പറയാം. അതുപോലെ പല അർത്ഥങ്ങളും ഇതിന് പറയാനൊന്നും മുടക്കില്ല. എന്നാൽ ഞാന് ഈ യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും എന്ന ആയത്തിലെ ഉലുൽ അംറിന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നാണല്ലോ മൂപ്പര് പറയുന്നത്. ഇബ്നു അബ്ബാസ് പറഞ്ഞ അർത്ഥം എന്നാണ് പറയുന്നത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് മഹാനാണ് എന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും ഒരു മുടക്കമില്ല, അങ്ങനെ തന്നെയാണ്. എന്നാ ഞാൻ പറയുന്ന കേൾക്കാം. എന്താ പറഞ്ഞതോ? ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ 159-ാം ആയത്തിന്റെ സൂറത്ത് നിസായിൽ 59-ാം ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി പറയുന്നത് എന്താണെന്നോ? അദ്ദേഹം പറയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് താഅത്തുൽ ഉമറാ. കണ്ടോ? ബി താഅത്തുൽ ഉമറാ, ഈ ഭരണാധികാരികളെ അനുസരിക്കണമെന്നാണ് ഈ ഉലുൽ അംർ കൊണ്ടുള്ള ഉദ്ദേശം. അലാ ഖൗലിൽ ജുംഹൂരി, ഭൂരിഭാഗ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. വ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അതാണ്. വ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അതാണ്. എവിടെയാണ് ഈ ഹുദവി കിതാബ് ഓതിയിട്ടുള്ളത്? ഏത് ദാറുൽ ഹുദ? ചമ്മാട്ടത്തെ ദാറുൽ ഹുദയില് കിതാബുകളൊന്നും ഇല്ലേ? അവർക്ക് മുത്താല ചെയ്യാൻ കിതാബൊന്നും അവിടെ പിന്നെ നമ്മുടെ കൂരിയാട്ടുകാരൻ മുസ്ലിയാർ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ലേ? കൃത്യമായി പറയാം. ഇമാം ഖുർത്തുബി പറയാണ് ഇവിടെ ഉലുൽ അംറി എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവരല്ലാത്തവരും പറയുന്നു ഭരണാധികാരികളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ അനവധി പണ്ഡിതന്മാർ ഇത് പറയുന്നു. ഇമാം ഖുർത്തുബി പറയുന്നു അല്ലാഹു തആല ഒന്നാമതായി അള്ളാഹ്ക്ക് അനുസരിക്കണം എന്ന് പറഞ്ഞു, പിന്നെ റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞു. സുമ്മ ബി താഅത്തിൽ ഉമറ, പിന്നെ ഭരണാധികാരികൾ അനുസരിക്കണം എന്ന് പറഞ്ഞു. സാലിസൻ, മൂന്നാം പ്രാവശ്യം. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് അലാ ഖൗലിൽ ജുംഹൂരി, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വാദപ്രകാരം. അബൂ ഹുറൈറയുടെയും വാദപ്രകാരം. ഇബ്നു അബ്ബാസിന്റെയും വാദപ്രകാരം. ഇവിടത്തെ ഉലുൽ അംർ ഇബ്നു അബ്ബാസ് പറയുന്നു പണ്ഡിതന്മാരാണ്. പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢശ്രമം നടത്താൻ ഈ ഹുദവിമാർ എന്തെങ്കിലും കാരണത്താൽ വല്ല പ്ലാനും വിട്ടിരിക്കുന്നോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത് ഇവിടെ ഭരണാധികാരിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാ ഇത് മുജ്തഹിദുകളായ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം എന്നുള്ളതിന് തെളിവാണ് എന്ന് മൂപ്പര് ഉദ്ധരിക്കാൻ. ഉലുൽ അംർ കൊണ്ട് പണ്ഡിതന്മാരെ ഉദ്ദേശിക്കാം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും പറയുന്നത് ആരാണ്? ഇത് ഭരണാധികാരി അനുസരിക്കണമെന്ന. ഇനി പോട്ടെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ഹുദവിമാരും ഉസൂലുൽ ഫിഖ് പഠിച്ചിട്ടില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇനി അങ്ങനെ ഇബ്നു അബ്ബാസ് ഇതൊന്നും പറയാതെ അവിടെ പറഞ്ഞു നിൽക്കുക, ഖുർത്തുബിയിൽ ഇങ്ങനൊന്നും എഴുതിയിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇബ്നു അബ്ബാസ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇസ്ലാമിന് രേഖയായി സ്വീകരിക്കാൻ പറ്റുമോ കൂട്ടരെ? ഖൗലു സ്വഹാബി ലൈസ ബി ഹുജ്ജത്തിൻ എന്ന ഇസ്ലാമിന്റെ ഉസൂലുൽ ഫിഖ്ഹിലുള്ള പരാമർശം ഇവർ പഠിച്ചിട്ടില്ലേ? എന്താണ്? ഒരു സ്വഹാബിയുടെ വാക്ക് ഇസ്ലാമിന്റെ രേഖയായി സ്വീകരിക്കാൻ പാടില്ല എന്നാരാ പറയുന്നത്? പള്ളി ദർസിൽ കിതാബ് ഓതി പഠിപ്പിക്കാറുണ്ട്, ദാറുൽ ഹുദയിൽ ഇത് പഠിക്കലില്ലേ? എനിക്ക് ഇവരെ സംസാരം കേൾക്കുമ്പോ ദാറുൽ ഹുദ വെറും ഭാഷാ കലാലയം മാത്രമാണ്. ഇസ്ലാമിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ ഉസൂലും അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും അവിടെ കുട്ടികൾക്ക് വേണ്ടതുപോലെ പഠിപ്പിച്ചാൽ അവർ മുജാഹിദാകുമെന്നുള്ള ഭയം കൊണ്ടാണോ അവർ പഠിപ്പിക്കാതെ പോയത്? അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. കാരണം എന്താണ്? ഇബ്നു അബ്ബാസിന്റെ പേരിൽ എന്തോന്ന് കേട്ട് അതിങ്ങോട്ട് എടുത്ത് ചാടിക്കളിക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭരണാധികാരിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ
പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ആർക്കും തർക്കല്ല. അങ്ങനെ പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു തെറ്റും പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്അ വിവാഹത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അനുവദനീയമാണെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് മറ്റ് സഹാബാക്കൾ ഇടപെട്ടിട്ടാണ് അദ്ദേഹം ആ ഫത്വയിൽ നിന്ന് മാറിയത്. മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ ഫതുഹുൽ ബാരിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇബ്നു അബ്ദുൽ ബർ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമായിരുന്നു. മക്കായിലെയും അതുപോലെ തന്നെ യമനിലെയും ആളുകൾ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ പറയാ എന്താ പറയുന്നത്? അസ്ഹാബ് ഇബ്നു അബ്ബാസ് ബിൻ അഹ്ലി മക്ക വൽ യമൻ അലാ ഇബാഹത്തിഹാ, മുത്അ വിവാഹം ഹലാലാണെന്നാണ് ഇബ്നു അബ്ബാസിന്റെ അസ്ഹാബ് പറഞ്ഞിരിക്കുന്നത്. അവർ കാരണം എന്താ? ഇബ്നു അബ്ബാസിന് അങ്ങനെ ഫത്വ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം മടങ്ങി എന്ന് ഇബ്നു ഹജറുൽ അസ്കലാനി പറയുന്നു. ആ മടങ്ങി എന്നുള്ള റിപ്പോർട്ട് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിക്കുന്നു. എന്തായിരുന്നാലും അബദ്ധം ആരിലും സംഭവിക്കാം. പക്ഷെ ഇബ്നു അബ്ബാസിന് ഇവിടെ അബദ്ധം പറ്റിയിട്ടില്ല. ഇവിടെ ഖുർത്തുബി കൃത്യമായിട്ട് പറയുകയാണ്, അമറ ബി ത്വാഅത്തിൽ ഉമറാഇ അലാ ഖൗലിൽ ജുംഹൂരി വ അബീ ഹുറൈറ വ ഇബ്നു അബ്ബാസിൻ വ ഗൈരിഹിം എന്നുള്ളത്. അപ്പൊ വളരെ കൃത്യമാണ്. ഉലുൽ അംറി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭരണാധികാരിയാണ്, ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം എന്നുള്ള അല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ബുഖാരിയിൽ കാണാം ബാബു അത്തിയുല്ലാഹ് വാത്തിയുർ റസൂല, അത്തിയുല്ലാഹ് വാത്തിയുർ റസൂല എന്ന ആ വിഷയത്തെ പറയുന്ന അധ്യായം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്താണ്? അത്തിയുല്ലാഹ് വാത്തിയുർ റസൂല, അത്തിയുല്ലാഹ് വാത്തിയുർ റസൂല എന്ന് പറഞ്ഞാൽ ഖാല നസലത് ഫി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, ഹുദാഫത്ത് ബിൻ ഖൈസ് ബിൻ അദി ഇത് ബഅസഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സരിയത്തിൻ. ശരിക്കും മനസ്സിലായിക്കോളി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീനാണ്. ഈ ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാനം ഇവരക്കാണ് അറിയുന്ന ആളാണ്. ഇബ്നു അബ്ബാസ് പറയാണ്, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഒരു യാത്രാ സംഘത്തിന്റെ നേതാവായി നിയോഗിച്ച അബ്ദുല്ലാഹ് ബിൻ ഹുദാഫത്ത് ബിൻ ഖൈസിന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹവും കൂട്ടുകാരും തമ്മിൽ പ്രശ്നമായി. അവസാനം അദ്ദേഹം വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിറക് കൊണ്ടുവന്നു, അതിൽ തീ ഇടാൻ പറഞ്ഞു. അങ്ങനെ തീ ആളി കത്തി. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോട് തീയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ തീയിലേക്ക് ചാടാനല്ല മുസ്ലിം ആയിട്ടുള്ളത്, തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുസ്ലിം ആയിട്ടുള്ളത് പറഞ്ഞ ആളുകൾ ചാടിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്ന് ഈ കേസ് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറയാണ്, നിങ്ങൾ അന്ന് തീയിൽ ചാടിയിരുന്നെങ്കിൽ നിങ്ങൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ? ഇവിടെ ഒരു നേതാവിനെ, അമീറിനെ അനുസരിക്കണം എന്നുള്ളതിന്റെ രേഖയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഖുർത്തുബി പറയുമ്പോ ബുഖാരി പറയുന്നു ഇത് പണ്ഡിതന്മാരനുസരിക്കണം എന്നുള്ളിടത്ത് നല്ല ഇവിടെ പരാമർശിക്കുന്നത് ഒരു നേതാവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇനി മാത്രമല്ല ഫതുഹുൽ ബാരിയിൽ നമുക്ക് കാണാം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹുമുൽ ഉമറാ, ഉലുൽ അംറി എന്ന് പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറ ഹുമുൽ ഉമറാ, അവർ ഭരണാധികാരികളാണ്. ഇപ്പൊ ഈ ഹുദവി പറഞ്ഞ പോലെ ഞാൻ അബൂ ഹുറൈറനെ കുറിച്ചാണ് പറയുകയാണെങ്കിലോ, അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം സുഫത്തിന്റെ അഹ്ലുകാരായ വിദ്യാർത്ഥികളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം അവിടുത്തെ നേതാവാണ്, ഏറ്റവും വലിയ വിദ്യാർത്ഥിയാണ്, ഏറ്റവും ഹദീസിഫുള്ള ആളാണ്, ആയിരക്കണക്കായ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹം പറഞ്ഞ സ്വീകരിക്കണം. അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങനെയല്ല പറയേണ്ടത്. എന്താണ്? ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് 100% യോജിച്ച നിലപാട് ഈ സഹാബിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്നാ പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഹാഫിളുദ്ദീൻ പറയാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു ഹുമുൽ ഉമറാവു, അത് ഭരണാധികാരികളാണ്. അഖ്റജു ത്വബരിയും അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അദ്ദേഹം പറയാ? ഖാല മൈമൂൻ ഇബ്നു മഹ്റാൻ പറഞ്ഞിരിക്കുന്നു റജ്ജഹ ഷാഫി അൽ അവ്വല, ഒന്നാം അഭിപ്രായത്തെ ഇമാം ഷാഫി മുൻതൂക്കമാക്കിയിരിക്കുന്നു, അതാണ് പരിഗണിച്ചിരിക്കുന്നത്. എന്ത്? ഇവിടെ പണ്ഡിതന്മാരാണ് ഉലുൽ അംർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് എന്ന വാദം അല്ല ശരി, ഇവിടെ ഭരണാധികാരി എന്നാണ് ശരി എന്ന് ഇമാം ഷാഫി പറഞ്ഞു. ഞങ്ങളുടെ മദ്ഹബ് ഇമാം ഷാഫി ക്രോഡീകരിച്ചതാണ് എന്ന് ഈ കുട്ടികൾ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഷാഫി ഇമാം തർജീ ആക്കിയതിന് എതിര് പറയുകയും ചെയ്യുന്നു. എന്ത് മദ്ഹബാണോ ഇവരുടെ കയ്യിലുള്ള മദ്ഹബ്? മാത്രമല്ല വഹ്തജലഹു, ഈ മഹാനായ ഹാഫിളുദ്ദീൻ പറയാം വഹ്തജലഹു ബിഅന്ന ഖുറൈശൻ കാനു ലാ യഅരിഫൂനൽ ഇമാറ. എന്താ പറയുന്നത്? മൈമൂൻ ഇബ്നു മഹ്റാൻ ഇമാം ഷാഫിയെ ഉദ്ധരിച്ച് പറയാണ്, ഷാഫി ഇമാം പറഞ്ഞത് ഭരണാധികാരികൾ എന്നാണ് ഉലുൽ അംർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇമാം ഷാഫി തെളിവും പറയുന്നുണ്ട്. എന്ത്? ഖുറൈശികൾക്ക് ഇമാറത്തിനെ കുറിച്ച് പരിചയമില്ല, അതുകൊണ്ട് അവരെ ധരിപ്പിച്ചതാണത്. വൽ ഇൻഖിയാദ്, എന്താ പറയാ, വൽ ഇൻഖിയാദു ഇലാ അമീരിൻ, അതുപോലെ അമീറിലേക്ക് അനുസരിക്കുക എന്നുള്ള കീയൊതുങ്ങുക എന്നുള്ളതും അവർക്ക് പരിചയമില്ലാതെ വന്നപ്പോ അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെട്ടു, അവരുടെ കാര്യം ഏറ്റെടുക്കുന്ന ഭരണാധികാരിയെ അനുസരിക്കണമെന്ന് അവരോട് കൽപ്പിക്കപ്പെട്ടു. വലിദാലിക ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ
മൻ അതാ അമീരി ഫഖദ് അതാഅനി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നെ അനുസരിച്ചവൻ എന്റെ അമീറിനെ അനുസരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ വളരെ കൃത്യമാണ്, മൻ അതാ അമീരി ഫഖദ് അതാഅനി, എന്നെ അനുസരിച്ചവൻ എന്റെ അമീറിനെ അനുസരിച്ചു. അതൊക്കെ ഈ അത്തിയുല്ലാ അത്തിയുർ റസൂല എന്ന് ഈ ഉദവി ഓതി ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇമാം ബുഖാരി പറയുന്നത്. ഇനി ഇമാം തബരി പറയാ ഔലൽ അഖ്വാലി ബിസ്സവാബ്. ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും സത്യത്തോട് യോജിച്ച അഭിപ്രായം എന്താ? ഖൗലുമൻ ഖാല ഹുമുൽ ഉമറാഉ വൽ വുലാദ്. ഭരണാധികാരികളാണ്, ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞതാണ് സത്യം. മാത്രമല്ല ഈ ഉദവികളൊക്കെ ഓതി പഠിക്കുന്നതാണല്ലോ തഫ്സീർ ജലാലൈനി. ആ തഫ്സീർ ജലാലൈനിയിൽ ഇവർ പഠിച്ചത് എന്താ? ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ അയിൽ വുലാത്ത്, ഭരണാധികാരികളാണ് എന്നാ. ഷാഫിമാമാണ് ഇവർക്ക് ഇത് ക്രോഡീകരിച്ചു കൊടുത്തത്. എവിടെ ഷാഫിമാൻ ക്രോഡീകരിച്ചു? ഷാഫിമാൻ പറഞ്ഞത് ഭരണാധികാരി എന്ന്, ഇവർ പറയുന്നു മുജ്തഹിദ പണ്ഡിതന്മാരി എന്ന്. ഇനി മാത്രമല്ല ഇമാം ഷാഫിന്റെ ഉമ്മിന്റെ 2ാം വാല്യം 261 പേജ് നോക്കൂ. എന്താ അദ്ദേഹം പറഞ്ഞത്? അത്തിയുല്ലാ വാത്തിയു റസൂല എന്ന ആയത്തിന്റെ വിശദീകരണം തന്നെയാണ് ഇമാം ഷാഫി പറഞ്ഞത്. എന്താ? നസലത്ത് ഫി ഉമറാ ഇസറായ വ ഉമിറു ഇദാ തനാസഉ ഫീ ഷൈഇൻ. ഇമാം ഷാഫി പറ, ഒരു സംഘങ്ങൾ നടന്നു പോകുമ്പോ എവിടേക്കെങ്കിലും വല്ല കാര്യത്തിനും പോകുമ്പോ അതിലെ അമീർ പറഞ്ഞാൽ അത് അനുസരിക്കണം എന്നതിനുള്ള തെളിവാണിത് എന്ന് വളരെ കൃത്യമായി ഇമാം ഷാഫി പറ. മാത്രമല്ല വിവാദപരമായിരിക്കുന്ന കുവൈത്ത് കരാറുണ്ടല്ലോ, ആ കുവൈത്ത് കരാറിൽ റദ്ദു തനാസി ഇലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒച്ചപ്പാടായിട്ടുണ്ടെങ്കിലും അത് മറക്കാതിരിക്കാൻ ആ രേഖ ഒന്ന് പരിശോധിച്ചാലും നന്നാവും എന്നർത്ഥം. ഇനി മാത്രമല്ല ഇമാം ബുഖാരിയുടെ കിതാബുൽ അഹ്കാം നോക്കൂ നിങ്ങൾ. അതിൽ 7137 നമ്പർ ഹദീസ് ഇതാ പറയുന്നത്. അബൂ സലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. عن ابي سلمة بن عبد الرحمن انه سمع ابا هريره رضي الله عنه يقول ان رسول الله صلى الله عليه وسلم قال من اطاعني فقد اطاع الله ومن عصاني فقد عصى الله ومن اطاع اميري فقد اطاعني ومن عصى اميري فقد عصاني എന്ന് പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് പിന്നെ അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയാ, അബൂ ഹുറൈറയിൽ നിന്ന് ഞാൻ കേട്ടു റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ്, എന്നെ അനുസരിച്ചവൻ അല്ലാഹനെ അനുസരിച്ചു. വമൻ അസാനി, എന്നെ എതിർത്തവൻ ഫഖദ് അസല്ലാഹ്, അല്ലാഹ്ക്ക് എതിർ പ്രവർത്തിച്ചു. വമൻ അതാ, ശരിക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ, വമൻ അതാ അമീരി, എന്റെ അമീറിനെ അനുസരിച്ചവൻ ഫഖദ് അതാനി, എന്നെ അനുസരിച്ചു. വമൻ അസാ അമീരി, എന്റെ അമീറിന് എതിർ പ്രവർത്തിച്ചവൻ ഫഖദ് അസാനി, അവൻ എനിക്ക് എതിർ പ്രവർത്തിച്ചു. ഇവിടെ ഉലുൽ അംറി എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശമാണ് മൻ അതാ അമീരി, എന്റെ അമീറിനെ. അപ്പൊ റസൂലുള്ളാഹി ഒരു സംഘത്തിന് നേതാവായി നിയോഗിക്കുന്ന ആൾ എന്ന രൂപത്തിലാണ് ഇവിടെ കൃത്യമായി നമുക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുക. ഈ ഹദീസിന് ഫതുൽ ബാരി നൽകുന്ന വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഫി ഹാദാ ഇശാറത്തും മിനൽ മുസന്നിഫി, ഇതിൽ മുസന്നിഫിൽ നിന്ന് കൃത്യമായ സൂചനയുണ്ട്. എന്ത്? ഇലാ തർജീ ഖൗലി സായിരി ഇലാ അന്ന ലാ തനസലത്ത് ഫീ തആത്തിൽ ഉമറാ. ഇമാം ഹാഫിളുദ്ദീൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നത് ഈ ആയത്ത് ഭരണാധികാരികളെ അനുസരിക്കണം എന്നുള്ളതിന് സൂചന നൽകുന്ന, അതിനെ പിന്തുണ നൽകുന്ന ആയത്താണ് എന്ന് ഇമാം ബുഖാരി കൃത്യമായി നമുക്ക് സൂചന നൽകുകയാണ്. ഖിലാഫൻ ലിമൻ ഖാല നസലത്ത് ഫിൽ ഉലമാ, ഉലമാക്കളിലാണ് ഈ ആയത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞവരുണ്ട്. അതിന് എതിരായിക്കൊണ്ട് ഇമാം ബുഖാരി കൃത്യമായി കൊണ്ട് കാര്യം അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ഫതുൽ ബാരി പറയാം. അതായത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ എന്താ ഉള്ളത്? മൻ അതാ അമീരി എന്നാ പറഞ്ഞത്.